അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 17-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രാഹാമിനോട് മറച്ചു വയ്ക്കുമോ? യഹോവ അബ്രാഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ച് കൊടുപ്പാൻ തക്കവണ്ണം അബ്രാഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് യഹോവ അബ്രാഹാമിനോട് സംസാരിക്കുന്നത്. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ അബ്രാഹാം തയ്യാറായിരുന്നു. ദൈവം അബ്രാഹാമിനോട് പറയുകയാണ്, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രാഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവിളി കേട്ട് ഇറങ്ങിത്തിരിച്ച തൻ്റെ കൂടെ ദൈവവിളി കേൾക്കാതെ തന്നോടൊപ്പം ഇറങ്ങിത്തിരിച്ച ലോത്തും ദ്രവ്യാഗ്രഹിയായ അവൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അബ്രാഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിലുള്ള കലഹം മൂലം രണ്ടുപേരും തമ്മിൽ വഴിപിരിയുവാൻ തീരുമാനിച്ചപ്പോൾ തിരഞ്ഞെടുപ്പിനുള്ള അവകാശം ലോത്തിന് നൽകിക്കൊണ്ട് അബ്രാഹാം മാതൃക കാണിച്ചു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. ഇതായിരുന്നു അബ്രാഹാം ലോത്തിനോട് പറഞ്ഞത്. അബ്രാഹാമിൻ്റെ ഈ തീരുമാനം ദൈവം പ്രസാദിക്കുന്ന തീരുമാനമായിരുന്നു. നാം ദൈവം പ്രസാദിക്കുന്ന തീരുമാനങ്ങളാണോ എടുക്കുന്നത്? എന്നാൽ നമ്മുടെ ജീവിതത്തിലെല്ലാ പരാജയങ്ങളും ദൈവം വിജയമാക്കി തരുന്നത് കണ്ട് സന്തോഷിക്കുവാൻ ദൈവം ഇടവരുത്തും. തിക്കൽപ്പാറയിൽ നിന്നും തണുത്ത ജലം പുറപ്പെടുവിക്കുന്നവനെ മരുഭൂമിയെ ജലതടാകമാക്കുവാൻ കഴിയുമെന്ന് നാം ഓർക്കണം. ദൈവം അബ്രാഹാമിന് വളരെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അബ്രാഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മാമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതുവെന്ന് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോത്ത് പോയ ഒരു സ്ഥലത്തു പോലും യഹോവ ചെന്നുവെന്നോ ലോത്ത് യഹോവയ്ക്കൊരു യാഗപീഠം പണിതുവെന്നോ ഒരിടത്തും വായിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം ലോത്ത് യാഗപീഠം പണിയുവാൻ തുടങ്ങിയാലും അത് പൂർത്തീകരിക്കുവാൻ സമ്മതിക്കാത്ത ദ്രവ്യാഗ്രഹിയായിരുന്നു ലോത്തിൻ്റെ ഭാര്യ. എന്നാൽ അബ്രാഹാം എവിടെ ചെന്നാലും അവിടെ ദൈവം ചെന്നിരിക്കും. അബ്രാഹാം എവിടെ ചെന്നാലും അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിയുകയും യഹോവയുടെ ആലോചനയ്ക്ക് കാത്തിരിക്കുകയും യഹോവയുടെ ആലോചനയ്ക്ക് തൻ്റെ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യും. അതിനാൽ തന്നെ ദൈവം അബ്രാഹാമിനെ വിട്ടുപിരിയാതെ അവനോട് കൂടെയിരുന്നു. ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ നാം യഹോവയെ ദുഃഖിപ്പിക്കുന്നവരോ അതോ അബ്രാഹാമിനെ പോലെ മികച്ചതൊന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരോ? ഓർക്കുക, ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ ദൈവിക സമാധാനം നമ്മിൽ ദൈവം നിറയ്ക്കും എന്ന് നാം മനസ്സിലാക്കണം. ആകയാൽ നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലും പ്രവൃത്തികളിലും സന്തോഷങ്ങളിലും ദൈവസാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. നാം എടുക്കുന്ന ഏത് തീരുമാനവും ബൈബിൾ അനുവദിക്കുന്ന തീരുമാനമായിരിക്കണം. നമ്മുടെ ഏത് സ്നേഹിതനും നമ്മുടെ പ്രതികൂല സമയത്ത് നമ്മെ വിട്ടു പോകും. അതിനവർക്ക് ഒത്തിരി ന്യായീകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നീതിയോടെയും ദൈവവചന വ്യവസ്ഥ പ്രകാരവും തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് കഴിവില്ലാത്തതാണ് അതിന് കാരണം. എന്നാൽ നമ്മുടെ കർത്താവ് കാഴ്ചപ്രകാരം വിധിക്കുകയില്ല. നീതിയുള്ള വിധി വിധിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നടക്കുവാൻ കഴിവില്ലാതാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും നമ്മെ മടുക്കും. എന്നാൽ ലോകക്കിടക്കം മാറ്റിവരിക്കുന്നവനായി നമ്മുടെ കർത്താവ് കഷ്ടകാലത്ത് നമ്മോട് കൂടെ ഇരിക്കുന്നവനും നാം നരച്ചാലും നമ്മെ ചുമക്കുന്നവനുമാണ്. തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രയാസം നേരിടുന്ന സമയത്ത് അബ്രാഹാം ദൈവമുഖത്തേക്ക് നോക്കും. എപ്പോഴെല്ലാം അവൻ സങ്കടപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം കരയുന്ന കുഞ്ഞിനടുത്തേക്ക് തൻ്റെ മാതാവ് ഓടി അടുക്കുന്നത് പോലെ ദൈവം ഓടി ചെന്നിട്ടുണ്ട്, ആശ്വസിപ്പിച്ചിട്ടുണ്ട്. മക്കൾ ഇല്ലാതിരുന്നപ്പോൾ ദൈവം അബ്രാഹാമിനടുത്ത് വാഗ്ദാനങ്ങളുമായി ചെന്നു. ഹാഗാറിൻ്റെ ഗർഭകാലത്ത് സാറായിയുടെ പ്രശ്നത്തിൽ ദൈവം ഓടിച്ചെന്നു. ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന സമയത്ത് ദൈവം അബ്രാഹാമിന് അടുത്തേക്ക് ഓടിച്ചെന്നു.
ലോത്ത് തന്നെ വിട്ടു പിരിഞ്ഞ് നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ ദൈവം അബ്രഹാമിനെ ആശ്വസിപ്പിക്കുവാൻ ഓടിച്ചെന്നു. മാമറയുടെ തോപ്പിൽ തൻ്റെ ഭാര്യയെ അടക്കം ചെയ്യുന്നതിന് ദേശനിവാസികളുടെ ഹൃദയം തനിക്ക് അനുകൂലമാക്കുവാനായി ദൈവം അബ്രഹാമിന് തുണ നിന്നു. ഒരു കച്ചവടക്കാരനായി സ്വദേശത്താരാലും അറിയപ്പെടാത്ത അരാമിനായി ഒടുങ്ങിത്തീരുമായിരുന്ന അബ്രഹാം ഇന്ന് ബഹുജാതികൾക്ക് പിതാവാണ് എന്ന് നാം ഓർക്കണം. ലോത്ത് താമസിച്ചിരുന്ന സൊദോം ഗൊമോറയെ ന്യായം വിധിക്കുവാൻ ദൈവം ഒരുങ്ങുന്നു എന്നാണ് അബ്രഹാമിന് വെളിപ്പെട്ടത്. അബ്രഹാമിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അറിയുന്ന ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചു. അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചതുപോലെ നാമും ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ദുഃഖത്തിലാകേണ്ടുന്ന സാഹചര്യത്തിൽ നമ്മെ അറിയിക്കുകയും നമ്മെ ഓർത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ വലിയ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് താൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് ദൈവത്തെ അനുസരിക്കേണ്ടതിന് വേണ്ടിയും തൻ്റെ മക്കളോടും കുടുംബത്തോടും മക്കളുടെ മക്കളോടും ദൈവത്തെ അനുസരിക്കേണ്ടതിന് ഉപദേശിക്കേണ്ടതിന് വേണ്ടിയുമാണ്. നാമും നീതിയും ന്യായവും പ്രവർത്തിച്ച് നമ്മുടെ ചാർച്ചക്കാരെയും കുഞ്ഞുങ്ങളെയും ദൈവഭയമുള്ളവരാക്കി തീർത്ത് നമ്മെ വിളിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടതിനും അനേകരെ തീയിൽ നിന്നും രക്ഷിക്കേണ്ടതിനും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. നാം നമ്മെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ നീർന്ന പ്രശ്നങ്ങൾ ദൈവം ഏറ്റെടുക്കുകയും നമ്മെ നിവർന്ന് നടക്കുമാറാക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന നന്മകൾ തൻ്റെ സ്നേഹിതൻ എന്ന പദവിയും നിത്യനരകത്തിൽ നിന്നുള്ള മോചനവും ദൈവമക്കളിലാകുവാനുള്ള അവകാശവുമാകുന്നു. ദൈവം അബ്രഹാമിന് ഒരു സ്നേഹിതനായി കണ്ടുവെന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 17-ാം വാക്യം സൂചിപ്പിക്കുന്നു. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ എന്നാണ് ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടനുസരിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്ത അബ്രഹാമിനോട് ദൈവം ചോദിക്കുന്നത്. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നുവെന്ന് 25-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിലും യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിലും ഇപ്പോൾ അബ്രഹാമിന് അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക, അവനൊരു പ്രവാചകനാകുന്നു എന്ന് ദൈവം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, നാം ദൈവവചനമാകുന്ന ബൈബിൾ വായിക്കുകയും അതിൽ അനുസരിക്കണമെന്ന് ദൈവം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നാം അനുസരിക്കുകയും ചെയ്താൽ മറ്റാരോടും പറയാത്ത രഹസ്യങ്ങൾ ദൈവം നമ്മെ അറിയിക്കുകയും നമ്മെ ദൈവം തൻ്റെ സ്നേഹിതനും പ്രവാചകനുമായി ഉയർത്തുകയും ചെയ്യും എന്നതാണ്. എൻ്റെ സ്നേഹിതനായ അബ്രഹാം എന്നാണ് അബ്രഹാമിനെക്കുറിച്ച് യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മെ നോക്കി ദൈവത്തിന് പ്രകാരം പറയുവാൻ കഴിയേണ്ടതിന് ബൈബിൾ വായിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും ഇന്ന് തന്നെ നമുക്ക് തീരുമാനമെടുക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശുവിനെക്കുറിച്ച് പിതാവ് സ്വർഗത്തിൽ നിന്നും അരുളി ചെയ്യുന്നു. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യത്തിലും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിലും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 32-ാം വാക്യത്തിലും സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യുന്ന വഴിയിൽ നാം യാത്ര ചെയ്യുവാൻ തുടങ്ങിയാൽ ബൈബിളിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ജീവിത രീതി നാം പിന്തുടരുമെങ്കിൽ നിശ്ചയമായും നാം ദൈവത്തിൻ്റെ മക്കളാകും എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നുവെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. യേശു ആകാശമേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം കേട്ട വാക്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് നാം ബൈബിൾ വായിക്കുകയും അതിന് പ്രകാരം പാപം ചെയ്യാതെ ജീവിക്കുകയും ചെയ്താൽ അബ്രഹാമിനു വേണ്ടി പ്രവർത്തിക്കുകയും ലോത്തിന് വരുവാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് അബ്രഹാമിനെ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്ത ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയും നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ദേശത്തിന് തന്നെയോ വരുവാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരികയും പ്രതികൂലത്തിൽ നിന്നും നമ്മെ വിടുവിക്കുകയും ചെയ്യും. തന്നെയുമല്ല, നമുക്ക് വേണ്ടി നമ്മെ ഞെരുക്കുന്നവരോട് ദൈവം ഇടപെടുകയും അവരെ നമ്മുടെ സ്നേഹിതരാക്കി തീർക്കുകയും നാം ദൈവത്തിൻ്റെ സ്നേഹിതനും മകനും ആണെന്ന് മറ്റുള്ളവരോട് ദൈവം പറയുകയും ചെയ്യുന്ന നല്ല പിതാവാണ് സ്വർഗത്തിലെ ദൈവം. മറ്റുള്ളവരോട് പകയും വിദ്വേഷവും ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ ദൈവാത്മാവിന് നമ്മിൽ വസിക്കുവാൻ കഴിയാതെ യേശു നമ്മെ വിട്ടു പോകുന്നു. ആ സ്ഥാനത്ത് ദുരാത്മാവ് കയറിപ്പറ്റുന്നു. നമ്മുടെ ഹൃദയം ഒരിക്കലും ശൂന്യമായിരിക്കുകയില്ല. നാം വചനം അനുസരിച്ചാൽ യേശുവിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കും. നാം വചനം അനുസരിക്കാതെ പാപം ചെയ്ത് ജീവിച്ചാൽ ദുരാത്മാവ് നമ്മിൽ വസിക്കും. യേശുവിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ സകലരോടും നാം ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും പാപത്തെ നാം വെറുക്കുകയും ചെയ്യുമെങ്കിൽ, ദുരാത്മാവ് നമ്മിൽ വന്നാൽ നാം സകല സഹോദരന്മാർക്കും എതിരെ ജീവിക്കുകയും ബൈബിൾ വായിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ സകല വഞ്ചനയിലും ചതിയിലും നാം വീഴുകയും ചെയ്യുന്നു. തന്നെയുമല്ല, സകല മനുഷ്യരെയും നാമും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. സകല മ്ലേച്ഛതകളിലും നാം ആനന്ദം കണ്ടെത്തും. നമ്മുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ ദൈവത്തിൻ്റെ യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കുകയുമില്ല. ഈ ഭൂമിയിൽ തന്നെ നാം നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നരകം ഒരുക്കുകയും മരണശേഷം സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഗന്ധകം കത്തുന്ന നരകത്തിൽ നാം സാത്താനോടൊപ്പം വീഴുകയും ചെയ്യും. കാരണം പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസന്മാരാണെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-34 വാക്യത്തിലും, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നുവെന്ന് 1 യോഹന്നാൻ 3:8 വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. ശക്തന്മാർക്ക് മാത്രമേ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ദയ കാണിക്കുവാനും കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവർ വീരന്മാർ ആകുന്നുവെന്ന് 103 സങ്കീർത്തനം 20 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. യേശു ആ മാതൃകയാണ് കാൽവരി ക്രൂശിൽ നമുക്ക് കാണിച്ചു തന്നത്. ആ മാതൃക നാം പിന്തുടരുന്നു എങ്കിൽ നിശ്ചയമായും എബ്രായർക്ക് എഴുതിയ ലേഖനം 3-6 വാക്യത്തിൻ്റെ അവസാന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാം തന്നെ ദൈവത്തിൻ്റെ ഭവനമായി തീരും. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമെന്ന് സാരം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ നമുക്ക് വലിയ സമാധാനം ലഭിക്കുമെന്നതിനാൽ നാം ആരുടെയും സമാധാനം നഷ്ടപ്പെടുത്തുകയില്ല. തന്നെയുമല്ല, നമ്മുടെ വാക്കുകൾ ഇമ്പമുള്ള വാക്കുകളാവുകയും ആ ശബ്ദം കേൾക്കുന്നവർ സമാധാനത്താൽ നിറയുകയും ചെയ്യും. ലോത്തിൻ്റെ ശത്രു രാജാക്കന്മാരിൽ നിന്നും തീ കൊണ്ടും ഗന്ധകം കൊണ്ടും കത്തിച്ചാമ്പലായിപ്പോയ സോദോം ഗോമോറയിൽ നിന്നും രക്ഷിക്കുവാൻ അബ്രഹാമിനെ ദൈവം ഉപയോഗിച്ചതുപോലെ നമ്മുടെ മക്കളെ സകല വഞ്ചകരിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരെ സാത്താനിൽ നിന്നും ഗന്ധകം കത്തുന്ന അഗ്നി നരകത്തിൽ നിന്നും രക്ഷിക്കുവാൻ യേശു കർത്താവ് നമ്മെ ഉപയോഗിക്കും. അതിന് നാം ചെയ്യേണ്ടത് പതിവായി ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യുക എന്നതാണ്. അപ്രകാരം ദൈവത്തെ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവനെ അവകാശമാക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. കഷ്ടത്തിലായിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ കഷ്ടത മാറ്റി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.